നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഋതു മുറിയിലേക്ക് വന്നിട്ട് ഋതുവിനാകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആഹാരം ഒന്നും കഴിക്കാൻ പോലും തോന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. ആഹാരത്തിനോടൊക്കെ എന്തോ ഒരു മടുപ്പാണ്. കഴിക്കാനൊന്നും തോന്നില്ല. വായിക്കൊക്കെ ഒരു രുചിയില്ലാത്ത പോലെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്താന്ന് ഋതുവിന് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഋതു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ഋതു ഒരു തീരുമാനത്തിലെത്തുവാണ്. ചിത്തനെ കാണണം എത്രയും പെട്ടെന്ന് തന്നെ. പിന്നീട് ഇന്ദ്രിയത്തിനെ വിളിക്കുകയാണ്. ഇന്ദ്രനെ വിളിച്ചിട്ട് പറയണം, അതെ എനിക്ക് എത്രയും പെട്ടെന്ന് ചിത്തിനെ ഒന്ന് കാണണമെന്ന് പറയും. എന്താ എന്താ ഋതു കാര്യം? എനിക്കെന്തോ കാണാൻ തോന്നുന്നു പറയണം. എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എനിക്ക് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണേ. കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ? അതെ, എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. സംശയങ്ങളോ? എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വല്ലാത്ത തലവേദനയാണോ തലകറക്കമാണോ വൊമിറ്റ് ചെയ്യാൻ തോന്നുവാണെന്നോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പോലും തോന്നില്ലെന്ന് പറയണം. അല്ല എന്തു പറ്റി പ്രത്യേകിച്ച് എന്താന്ന് എനിക്ക് അറിയില്ല ചിത്ത എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇന്ദ്രന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് ശരി ഞാൻ വരാം നമുക്ക് കാണാമെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രന്റെ മനസ്സിലൊരു ലഡുപൊട്ടി. അവള് പ്രഗ്നന്റ് എങ്ങാനും ആണോ? ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അതിനാണോ ചാൻസ് കൂടുതൽ. ഒരു രക്ഷപ്പെട്ടു. എന്നാൽ ഇന്ദ്രൻ അവിടെ നിന്ന് തുള്ളിച്ചാടുവാണ്. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ഇന്ദ്രൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങും എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ട്. ഋതുവിനെ വെച്ചൊരു കളി അതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കില് ഋതുവിനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. എന്താ ഏതെന്ന് അറിയത്തില്ല. ഋതുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെ തുടങ്ങിയിട്ട്. പിന്നീട് ഋതു ഒരുങ്ങി പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും പൂർണ്ണിമ വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ നീ എങ്ങോട്ടാ മോളെ പോണേന്നൊക്കെ ചോദിക്കണം. ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് പോവാം. ഈ സമയത്ത് സേതു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സേതുവിനാണെങ്കിലോ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സേതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ഋതു ഇങ്ങനെ പോകുന്നുള്ളേ. കാരണം ഇന്ദ്രന്റെ ചതികൾ മൊത്തം അറിയാവുന്ന പല്ലവി എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടവന്. എത്ര കാലം ഇട്ട് വട്ടം കറക്കി. ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് പല്ലവി അവന്റെ പിന്നാലെ അരിഞ്ഞ് തിരിഞ്ഞ് നടന്ന. എന്നിട്ടും അവൻ പിന്നെ ഇട്ട് വലിപ്പിച്ച. എന്നിട്ട് ആ ഒരു ഇന്ദ്രനെയാണ് ഋതു വീണ്ടും സ്നേഹിക്കുന്നത്. ഋതു കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഋതുവിന് ഇതൊക്കെ തോന്നുന്നു? അതൊക്കെ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല സേതുവിന്. പിന്നീട് സേതു വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പത്തേനും അച്ചു സാധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവര് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഋതുവിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ടൊന്നും സേതുവിനൊരു സമാധാനം ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും ആ ഇന്ദ്രനെ പിടിയിൽ നിന്ന് രക്ഷിക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഋതുവിനെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി. ഇന്ദ്രനെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നും അറിയത്തില്ല. പക്ഷെ അത് അപകടമാണെന്നുള്ള കാര്യവും മനസ്സിലായി. പിന്നീട് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഇന്ദ്രനെ കാണാൻ ചെന്നിട്ട് ഋതു കാര്യങ്ങളൊക്കെ പറയണം. എനിക്കെന്തോ ഒരു വയ്യായിക്ക് പോലെ തോന്നണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അങ്ങനെയാണ് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോവാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്ന് പറയണേ. അത് കുഴപ്പമില്ല. അങ്ങനെ പറയരുത് ഋതു, നീ വരാതിരിക്കില്ല, നീ വരണം. എന്തിനാ വരാതിരിക്കണേ? നമുക്ക് പോവാന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണണം. ഇനി എന്താ ഏതാന്നും അറിയത്തില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പം ഋതു പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എന്താ ഋതു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് നിൽക്കും. ഒന്നുമില്ല. എന്നാൽ പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ? ഒരു ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമല്ലോ. എന്താണെന്നൊക്കെ അറിയാലോ. അല്ല നമ്മളെങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നേ? അതിനിപ്പോൾ എന്താ, ഞാൻ ഋതുവിൻ്റെ ഭർത്താവാന്ന് പറയും. അതിന് ഋതുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ. ആരുടെ ഇനി സമ്മതമില്ലെങ്കിൽ പോലും എല്ലാവരുടെ എതിർപ്പുകളെ അവഗണിച്ച് നമുക്ക് പരസ്പരം ഇഷ്ടമാണ് വിവാഹം കഴിക്കാം. പിന്നെ അവരുടെയൊക്കെ സമ്മതത്തോടെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഋതുവിന് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേങ്കിൽ അവർ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഋതുവിന് ഞാൻ വിവാഹം കഴിക്കും, ഋതുവിനെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ട് പിന്നെ എന്താ കുഴപ്പം, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ഋതുവിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം പല്ലവി പതിവ് പോലെ കോളേജിലേക്ക് പോയി. കോളേജിലേക്ക് പോയാലും പല്ലവിയുടെ മനസ്സ് അവിടെയെങ്ങും ആയിരുന്നില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും പല്ലവിയുടെ മനസ്സിൽ ഇന്ദ്രനും ഋതുവായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ട്, കാര്യങ്ങൾ എവിടെ ചെന്ന് എത്തുമെന്ന് അറിയത്തില്ല. ഇനി ഋതുവിനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഋതുവിൻ്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ല. അവള് ഇന്ദ്രനില് തന്റെ മനസ്സ് ശരീരം അർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം അന്നത്തെ ആ പ്രകടനങ്ങളെ കണ്ട് അങ്ങനെയാ തോന്നുന്നത് എന്നൊക്കെ ഒരു ചിന്തയൊക്കെ പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നു. യാന്ത്രികമായിട്ടാണ് പല്ലവി ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം പല്ലവി ഓർത്തു, സേതുവേട്ടനെ കാണാനായിട്ട് പോകണം. സേതുവേട്ടൻ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുക. ഇടയ്ക്കൊരു ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ തകർന്നു പോകും എന്നൊക്കെ കരുതിയിട്ട് ക്ലാസ് കഴിഞ്ഞ് നേരെ പൊന്നുമടത്തിലേക്കാണ് പല്ലവി വരുന്നത്. ഈ സമയത്ത്
ഋതുവും ഇന്ദ്രനും കൂടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെന്നു. പിന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഋതുവിനോട് ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു മാരീഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് എന്തോ മറുപടി പറയാൻ നടത്തില്ല. മാരീഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഋതു അതേന്ന് പറയാണ്, ഹസ്ബൻഡാന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഡോക്ടർ പിന്നെ തോന്നില്ല. പിന്നെ ഡോക്ടർ ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പരിശോധിച്ചേക്കുന്ന ടെസ്റ്റുകളൊക്കെ കൊടുത്തു. അതിനുശേഷം അവരുണ്ടേരും പുറത്തു വന്നിരിക്കുന്ന സമയത്ത് ഋതുവിന് ആ പാടെ നല്ല ടെൻഷനുണ്ട്. ഋതു പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല ജിത്തെ, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നണമെന്ന് പറയണേ. എന്തിനാ ഭയക്കണേ? എന്താ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണേ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനെ ഇന്ദ്രനെയും ഡോക്ടർ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനോട് പറഞ്ഞു, അതെ കൺഗ്രാസ്, താങ്കളൊരു അച്ഛനാൻ പോവാണ്, ഋതു പ്രഗ്നൻ്റ് ആണെന്ന് പറയണോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം. ഋതു പ്രഗ്നൻ്റാ, എന്താ വിശ്വാസം വരുന്നില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, സന്തോഷമായ ഡോക്ടർ എന്ന് പറയണം. പക്ഷേ ഋതുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞു വന്നു. എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ഇന്ദ്രൻ്റെ മനഃപൂർവ്വം ഒരു കളികളായിരുന്നു. ഇന്ദ്രൻ ഇതൊക്കെ മുൻകൂർ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആള് ഋതുവാണ്. കാരണം ഒരു ദിവസം ഇന്ദ്രനോട് പോയുള്ളൂ. പക്ഷെ അവനെല്ലാം മുൻകൂർ കണ്ടിട്ടുണ്ടായിരുന്നു. അവനറിയാം പണി കൊടുക്കാൻ പറ്റിയത് തന്നെയാണ്. അങ്ങനെ അവൻ മനഃപൂർവ്വം പണി കൊടുത്താണ്. പക്ഷെ ഋതുവിന് അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഋതുവിൻ്റെ ഭാവമാറ്റം കണ്ടിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ നിൽക്കണേ? ഒന്നുമില്ല എന്ന് പറയണേ. അവിടെ വെച്ച് എന്താ പറയുന്ന? ഒന്നും പറയാൻ പറ്റില്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഋതു ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സേതുവേട്ടൻ കൊന്നു വെക്കത്തുള്ളൂ. പൊന്നുമണത്തിൻ്റെ അന്തസ്സും അഭിമാനം ഞാൻ കളഞ്ഞു കുളിച്ചെന്നും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരിടത്ത് ആരും അംഗീകരിക്കുന്ന കാര്യമല്ലോ എന്ന് പറയണേ. ഇന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ഋതു ടെൻഷൻ അടിക്കണേ? ഞാനില്ലേ നിൻ്റെ കൂടെ. എനിക്കെന്തോ പേടിയാന്നോടി ജിത്തനെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് ചോദിക്കുക. എങ്ങനെ? ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നും പോകാനൊന്നും പോകുന്നില്ല. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഞാൻ വാക്ക് തന്നിരിക്കുന്നില്ല. നീ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ. പക്ഷെ ആ സമയത്തും അവൻ്റെ ചതി ഋതു തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഋതു പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും? എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് പോലും തോന്നില്ല. ഒരു പക്ഷെ നമ്മുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചാണ്. പക്ഷെ എനിക്കിപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാനസികാവസ്ഥ അതാന്ന് പറയണം. ഇന്ദ്രൻ പറഞ്ഞു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഈ കാര്യം എങ്ങനെ വീട്ടിൽ പറയും? വയറങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഞങ്ങളോട് കളഞ്ഞേക്കാന്ന് പറയാം. അത് വേണ്ട. ഋതുവിൻ്റെ വയറ്റിൽ ആദ്യമായിട്ട് ഉണ്ടായ കുഞ്ഞല്ലേ. അപ്പോൾ ഋതുവിന് വല്ലാത്തൊരു ടെൻഷനാണ്. പിന്നീട് ഋതു പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം, വീട്ടിൽ അവതരിപ്പിക്കണമല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, എന്തിനാ ഭയപ്പെടുന്നേ? ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ കാര്യങ്ങളും പല്ലവിയോട് തുറന്നു പറയാൻ പറയാണ്. ആര്? പല്ലവിയോടോ? അതെ, പല്ലവിക്കാകുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ബാക്കി എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരക്കടുപ്പിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാനായിട്ട് ഇത് ഉപകരിക്കുമെന്ന് പറയണം. അല്ല, അത് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാനല്ലേ പറയണേ. ഇതേ ഋതുവിൻ്റെ എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇങ്ങനൊരു ടെസ്റ്റ് നല്ലതാണ്. എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റുമെന്ന് ഋതുവിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിൽ നല്ല കാര്യം തന്നെയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുവിൻ്റെ മനസ്സിൽ എങ്ങനെ ഇട്ട് ഒന്ന് ചാഞ്ചാട്ടുമാണ്. ഋതുവിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇനി പല്ലവിയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പല്ലവി ഒരാളും സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഓർക്കണം. ആ സമയം പൊന്നുമടത്തി വന്ന് ഇച്ചയുടെ സംസാരിച്ചിരുന്നതിന് ശേഷം പല്ലവി വീട്ടിലേക്ക് ചെന്നപ്പോൾ ശോഭയുടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശോഭ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. വിശേഷങ്ങളൊക്കെ തിരക്കിയപ്പോൾ പല്ലവി കാര്യങ്ങളൊക്കെ പറയാണ്. പല്ലവി തൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ. സേതുവേട്ടനെ കണ്ടു കഴിയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമമെന്നൊക്കെ പറയണം. സാരമില്ല മോളെ, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല്ലവിയെ ശോഭ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഋതു പല്ലവിയെ വിളിക്കണം. പല്ലവിയെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. കാണണമെന്ന് എന്തിന്? അതൊക്കെയുണ്ട്, അത് നേരിട്ട് കാണാൻ പറയാം, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ശരി, ആയിക്കോട്ടെ എന്ന് പറയാം. ഋതു അല്ലേ വിളിച്ചത്. അങ്ങനെ പല്ലവി ഋതുവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഋതുവിനെ കണ്ടു കഴിയുമ്പോഴത്തേനും പല്ലവി എന്താ ഋതു, നിനക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ എന്നീ പറയാണ്. അത് കേട്ട് ഋതു പറഞ്ഞു, പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കാര്യം? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും എന്നെ വഴക്കുറേ തല്ലുവോ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം. നീ കാര്യം എന്താ വെച്ചാൽ പറ ഋതു എന്ന് ചോദിക്കണം. അല്ല, കാര്യം എന്ന് വെച്ചാൽ പറ ഋതു എന്ന് പറയണം. അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ പ്രഗ്നൻ്റാ പല്ലവി, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്ദ്രനാന്ന് പറയണം. ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നൊരു ചിന്ത മാത്രം ആ സമയത്ത് പല്ലവിയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പല്ലവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. പല്ലവി ആകെപ്പാടെ തകർന്നു പോയി.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.